സോ ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ ഇത് നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മളിതിന് മുന്നേ നമ്മുടെ ചാനലിനകത്ത് ഒരു ആൻഡ്രോയിഡ് ടി വി ബോക്സിൻ്റെ അൺബോക്സിംഗ് നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു ടി വി ബോക്സ്, അതായത് MIയുടെ ടി വി ബോക്സിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. സോ ഫ്രണ്ട്സ്, വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ബിഗിൻ. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതുമായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടൊരു ബെൽ ഐക്കൺ ഉണ്ട്, ആ മണി നൈസായിട്ട് ചെക്ക്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ടൈം കിട്ടുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ MIയുടെ ടി വി ബോക്സ്. വളരെ ചെറിയ ഹാൻഡി ആയിട്ടുള്ളൊരു ബോക്സിനകത്താണ് നമുക്ക് ഈ ഒരു ടി വി ബോക്സ് കിട്ടുന്നത്. ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത് നല്ല ബിൽഡ് ക്വാളിറ്റിയും അത്യാവശ്യം നല്ലൊരു പാക്കേജിങ്ങുമാണ്. MIയുടെ മിക്കവാറുള്ള എല്ലാ പ്രോഡക്റ്റിനകത്ത് അവരൊരു ഓറഞ്ച് ടൈപ്പ് കളർ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതേ ഒരു കളർ ടോണിലാണ് ഈ ഒരു ബോക്സ് ഡിസൈൻ ചെയ്തേക്കുന്നത്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ ബോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ലേബലിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് 4K ആണ്, 4K HD സ്ട്രീമിംഗ് പ്ലെയർ ആണ്, അതുപോലെ ഗൂഗിൾ ക്രോംകാസ്റ്റ്, പിന്നെ ബ്ലൂടൂത്ത് റിമോട്ട്, അങ്ങനെ കുറച്ചധികം ഫംഗ്ഷൻസ് ഇതിനകത്തുണ്ട്. സൈഡിലേക്ക് പോകുകയാണെങ്കിൽ ഇത് പവർ അഡാപ്റ്റർ, അതുപോലെ തന്നെ HDMI കേബിൾ, ബ്ലൂടൂത്ത് വോയിസ് റിമോട്ട്, പിന്നെ MI ബോക്സിൻ്റെ ഒരു ചെറിയൊരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ ബോക്സിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത് എന്നതിനെ പറ്റി അവർ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയും HDMI കേബിൾ അടക്കം ഇത് വരുന്നുണ്ട്. പിന്നെ ബാക്കിലേക്ക് പോകുകയാണെങ്കിൽ ഇതിനകത്ത് കുറച്ചധികം ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. HDR10 സപ്പോർട്ടുണ്ട്, 64 ബിറ്റ് ക്വാഡ് കോർ CPU ആണ്, ഗൂഗിൾ അസിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ തന്നെ ക്രോംകാസ്റ്റ് ബിൽറ്റിൻ ആണ്. പിന്നെ വേറെ കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് DTSും അതുപോലെ തന്നെ ഡോൾബി ഡിജിറ്റലിൻ്റെ 2.0 ഔട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് മൾട്ടി ചാനൽ ഔട്ട്പുട്ടും ഉണ്ട്. മൾട്ടി ചാനൽ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഒപ്റ്റിക്കലിൻ്റെ ഒരു ഔട്ട്പുട്ടുണ്ട്. ഇതിനകത്ത് ഡോൾബിയും അതുപോലെ തന്നെ DTS സപ്പോർട്ട് ചെയ്യും. നമ്മുടെ ടി വിക്കകത്ത് പക്ഷേ നമുക്ക് DTS HD മാത്രമേ വരുന്നുള്ളായിരുന്നു. ഡോൾബി ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നില്ലായിരുന്നു 32 ഇഞ്ചിനകത്ത്. ബാക്കി ടി വിയുടെ കാര്യം എനിക്കറിയത്തില്ല. പിന്നെ അടുത്ത സൈഡിലേക്ക് പോവുകയാണെങ്കിൽ സ്റ്റാർട്ട് സ്ട്രീമിംഗ്, അതുപോലെ തന്നെ കണക്റ്റ് ടു ഇൻ്റർനെറ്റ്, HDMI, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പാക്കേജിംഗ് ആണ്. അത് മാത്രമല്ല ഹാൻഡി ആയിട്ടുള്ള പാക്കേജാണ്. സപ്പോർട്ട് ചെയ്യുന്ന കുറച്ചധികം ആപ്ലിക്കേഷൻസിൻ്റെയും നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, അതുപോലുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഫ്രണ്ട് വശത്ത് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. നല്ല ഒരു സീൽഡ് പാക്കേജിലായിട്ടാണ് തരുന്നത്. നമ്മളിത് മേടിക്കുമ്പോൾ തന്നെ അവർ നമുക്ക് സീല് പൊട്ടിച്ച് നോക്കുക, കാര്യങ്ങളൊന്നും ചെയ്യില്ല. നമുക്ക് ഡയറക്റ്റ് ചെക്കിങ് പോലുമില്ല, നമ്മളെ തന്നു വിടുകയാണ്. കാര്യം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അവരങ്ങനെ നമുക്ക് തന്നു വിടുന്നത്. സോ നമ്മൾ ഈ ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ കാണുന്ന ഇവരുടെ ഒരു യൂസർ മാനുവലാണ്. ചെറിയൊരു ബുക്ക്ലെറ്റ് പോലൊരു സാധനമാണ്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും അവർ കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസൈഡ് ബോക്സിൽ എന്തൊക്കെയുണ്ട് എന്നാണ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത്. പിന്നെ മറ്റു കാര്യങ്ങളെല്ലാം അതായത് DTS ഡോൾബിയുടെ പേറ്റൻറ്റിൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം അതിനകത്ത് സർട്ടിഫിക്കേഷനും മറ്റു കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. ഡോൾബി ഐഡിയ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നമ്മൾ ടി വിക്കകത്തത് വരുന്നില്ല, ഇതിനകത്തത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡോൾബി അതുപോലെ DTS പോലുള്ള മൾട്ടി ചാനൽ അല്ലെങ്കിൽ ഡിജിറ്റൽ ഓഡിയോ ഔട്ട്പുട്ടെല്ലാം അതിൽ നിന്ന് കിട്ടും. അതെല്ലാം എൻകോഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ലൊരു ഡീകോഡർ ഉണ്ടെങ്കിൽ അതിനെ ഡീകോഡ് ചെയ്തെടുത്ത് ഡോൾബി അതുപോലുള്ള ഡിജിറ്റൽ ഓഡിയോ ആസ്വദിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ നമ്മുടെ ടി വിയിലാണെങ്കിൽ നമുക്ക് DTS HD മാത്രമേ വരുന്നുള്ളായിരുന്നു. നമ്മൾ ഈ ഒരു ബ്ലൂറേ പ്ലെയർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു. സോ അടുത്തൊരു പേജിലേക്ക് പോകുകയാണെങ്കിൽ ഇൻസ്റ്റലേഷൻ ഗൈഡിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. HDMI കേബിൾ, അതുപോലെ തന്നെ എല്ലാത്തിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. സോ ആദ്യമായിട്ടാണ് ഒരാൾ ഇത് യൂസ് ചെയ്യുന്നതെങ്കിലും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ കാര്യങ്ങളെല്ലാം അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ ഒരു പേപ്പർ മാറ്റി വെച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. സോ ഇൻബോക്സിൽ നമുക്ക് അടുത്തായിട്ട് വരുന്നത് തന്നെ ഇതിൻ്റെ ആ ഒരു നമ്മുടെ ഒരു ടി വി ബോക്സാണ്. അത് നമുക്ക് മാറ്റി വെക്കാം. ബാക്കി അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇൻബോക്സിൽ നമുക്ക് ആദ്യം കാണുന്നത് ഇതിൻ്റെ അഡാപ്റ്ററുണ്ട്, അതുപോലെ തന്നെ HDMI കേബിളുണ്ട്. പിന്നെ നോർമലി അവർ ടി വിയുടെ കൂടെ ഒക്കെ തരുന്ന രീതിയിലുള്ളൊരു റിമോട്ടും വന്നിട്ടുണ്ട്. ബ്ലൂടൂത്ത് റിമോട്ടാണ്. ഇതിൻ്റെ അഡാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ 5.2 വോൾട്ട് 2.1 ആംപിയറാണ് ഇതിനകത്തൊരു അഡാപ്റ്റർ വന്നിരിക്കുന്നത്. അഡാപ്റ്ററിന് മാത്രമല്ല സകല സാധനങ്ങൾക്കും ഇവർ വാറണ്ടി തരുന്നുണ്ട്. ഇൻബോക്സ് വരുന്ന എല്ലാ സാധനങ്ങൾക്കും വാറണ്ടി ഉണ്ട്. ഇതിൻ്റെ അഡാപ്റ്റർ കംപ്ലൈൻ്റ് ആയാലും നമുക്ക് വേറെ മേടിച്ച് യൂസ് ചെയ്യാം. അവരുടെ ഷോറൂമിലെല്ലാം അവൈലബിൾ ആണ്. എല്ലാത്തിനും 6 മാസം വാറണ്ടി ഉണ്ട്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ടി വി ബോക്സിന് 1 വർഷത്തെ വാറണ്ടിയും അവർ നൽകുന്നുണ്ട്. അതിപ്പം എന്താ പറയുന്നത്, ഈ ഒരു ഡാറ്റ കേബിളല്ല HDMI കേബിൾ ആയാലും ഈ ഒരു റിമോട്ട് ആയാലും എന്തിന് കൂടെ കിട്ടുന്ന എല്ലാ ആക്സസറീസിനും 6 മാസം വാറണ്ടി ഉണ്ട്. HDMI കേബിൾ അത്യാവശ്യം നല്ല HDMI കേബിളാണ്, നമുക്ക് കുറ്റമൊന്നും പറയാനില്ല. പക്ഷേ ഒരുപാട് ലെങ്ത് ഇല്ലെന്നേ ഉള്ളൂ. റിമോട്ടും നല്ല റിമോട്ടാണ്. അവരുടെ ടി വിയുടെ കൂടെ കിട്ടുന്ന അതേ ബ്ലൂടൂത്ത് റിമോട്ടിനാണ് വരുന്നത്. വോയിസ് അസിസ്റ്റൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള റിമോട്ടാണ്. അതിലെ ബ്ലൂടൂത്ത് റിമോട്ടും കൂടാണ്, നോർമൽ IR റിമോട്ടല്ല.
ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടി വി ബോക്സും അതുപോലെ തന്നെ നമ്മുടെ MI TV ആയിട്ട് വലിയ ഡിഫറൻറ്റ് ഒന്നുമില്ല. രണ്ടും സെയിം OS തന്നെയാണ് റൺ ചെയ്യുന്നത്. രണ്ട് സെയിം പ്ലാറ്റ്ഫോമാണ്. രണ്ടും ഒരേ രീതിയിൽ ഒരേ UI തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നതും. പാച്ചുവാളിൻ്റെ OS ആണ്. ഇപ്പോൾ തന്നെ ഗൂഗിളിലൊക്കെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. കുറച്ചധികം അപ്ഡേഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് രണ്ടും തമ്മിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. MI TVയുടെ ഒരു ഇൻ്റർഫേസ് അതുള്ള കാര്യങ്ങളൊക്കെ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രം നമുക്ക് ഈ ഒരു TV ബോക്സ് യൂസ് ചെയ്യാം. അല്ലാത്തവർക്കെല്ലാം നോർമൽ ആൻഡ്രോയിഡ് TV ബോക്സ് മേടിക്കാം. പിന്നെ നോർമൽ ആൻഡ്രോയിഡ് TV ബോക്സിനും കാട്ടിയും ക്വാളിറ്റിയും വാറണ്ടിയും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ TV ബോക്സ്. വളരെ ഹാൻഡി ആയിട്ടുള്ളൊരു ബോക്സാണ്. നിങ്ങൾക്കറിയാം, ഒരു കൈവെള്ളയിൽ ഇരിക്കുന്ന അത്ര ഒരു സാധനമേ ഉള്ളൂ. ഇത് വളരെ ചെറുതാണ്, പക്ഷേ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ എടുത്ത് നോക്കിയിട്ട് നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഒരു മാറ്റ് ഫിനിഷാണ് ഇതിൻ്റെ മുകളിലെല്ലാം കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡിലായിട്ട് മാത്രമാണ് ഇതിൻ്റെ ഒരു പോർട്ടുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഒറ്റ സൈഡിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ആൻഡ്രോയിഡ് TV ബോക്സ് എടുത്തപ്പോഴത്തേക്ക് രണ്ട് സൈഡിലായിട്ട് നമുക്ക് പോർട്ടുകളെല്ലാം കണ്ടു. പക്ഷേ ഇത് ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈസി ടു യൂസ് ആണ്. പിന്നെ ഓഡിയോ ഔട്ട്പുട്ട് അതിനകത്ത് തന്നെയാണ് നമുക്ക് 3.5mm ഓഡിയോ ഔട്ടും വരുന്നത്. അതിനകത്ത് തന്നെയാണ് ഓപ്റ്റിക്കലിൻ്റെ ഔട്ട്പുട്ട് ഉള്ളത്. പിന്നെ ഉള്ളത് നമുക്കൊരു USB പോർട്ടാണ്. പിന്നെ ഒരു അഡാപ്റ്റർ, നമ്മുടെ 12 വോൾട്ടല്ല 5 വോൾട്ട് അഡാപ്റ്റർ കുത്താനുള്ള ഒരു പോർട്ടുമുണ്ട്. പിന്നെ HDMIയുടെ പോർട്ടുമുണ്ട്. ഇതിനകത്ത് ഒറ്റ കുഴപ്പമെന്ന് വെച്ചാൽ ഒറ്റ USB ഇൻപുട്ടേ ഉള്ളൂ. സെപ്പറേറ്റ് ഒന്നുമില്ല, ഒരൊറ്റ പോർട്ടേ ഉള്ളൂ. അത് മാത്രമല്ല, നമ്മുടെ 3.5mm ഓഡിയോ ജാക്കിനകത്ത് തന്നെയാണ് ഇതിനകത്ത് ഓപ്റ്റിക്കൽ ഔട്ടും വരുന്നത്. അതുകൊണ്ട് സെപ്പറേറ്റ് നമുക്കൊരു ഇതുണ്ട്, ഒരു കേബിളുണ്ട്. അത് യൂസ് ചെയ്ത് മാത്രമേ നമുക്ക് ഇതിനകത്ത് നിന്ന് ഡിജിറ്റൽ ഔട്ട്പുട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. അതൊരു വലിയൊരു പ്രശ്നമാണ് ഇതിനകത്ത്. കാര്യം അല്ലാത്തതിനകത്താലും നമുക്ക് ആ ഒരു കേബിൾ കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. മിക്കവാറുള്ള ഷോപ്പുകളിൽ ആ കേബിൾ അത്ര അവൈലബിളും അല്ല. അപ്പോഴേ നമുക്ക് എന്തായാലും ഇതിനകത്ത് ഈ രണ്ട് ആൻഡ്രോയിഡ് TV ബോക്സ് നമ്മളൊരു ഡിഫറൻസ് നോക്കാം. നിങ്ങൾക്ക് വലിപ്പം നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും MI TV ബോക്സ് എത്രത്തോളം ചെറുതാണെന്നുള്ളത്. ഈ ഒരു ആൻഡ്രോയിഡ് TV ബോക്സ് നമ്മൾ നേരത്തെ അൺബോക്സ് ചെയ്തതായിരുന്നു. അത് അത്യാവശ്യം നല്ലൊരു TV ബോക്സാണ്. ഹാങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ഫാസ്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യും. നല്ല ക്വാളിറ്റി ഉള്ളൊരു ആൻഡ്രോയിഡ് TV ബോക്സാണ്. എനിക്ക് ഇതുവരെ യൂസ് ചെയ്തിട്ട് കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഒരു വർഷമൊക്കെ കഴിഞ്ഞു അത് എടുത്തിട്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. പക്ഷേ എനിക്ക് എന്താ പറയുക, കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ തോന്നിയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റേത് എടുക്കാം. വാറണ്ടിയും അതുപോലെ ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡ് വേണം, നല്ല സർവീസിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം പക്കയായിട്ട് കിട്ടണം എന്നുള്ളവർക്ക് ഈ ഒരു MI TV ബോക്സ് എടുക്കാം. എന്തായാലും നിങ്ങൾക്ക് മറ്റേ നോർമൽ ആൻഡ്രോയിഡ് TV ബോക്സിനെക്കാട്ടിലും കുറേ കൂടെ ക്വാളിറ്റിയും കുറേ കൂടെ ലൈഫും ഇതിന് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇതുപോലൊരു ബ്രാൻഡ് എന്തായാലും നല്ല സാധനങ്ങൾ മാത്രമേ ഇറക്കുള്ളൂ. അത് മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ വിലയിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 3750 രൂപ അതിന് പ്രൈസ് വരുന്നുണ്ട് MI TV ബോക്സിന്. പക്ഷേ നമ്മുടെ നോർമൽ ആൻഡ്രോയിഡ് TV ബോക്സിന് ഏകദേശം ഒരു 2500 ആ ഒരു പ്രൈസ് റേഞ്ചൊക്കെ 2GB റാമിനൊക്കെ വരുന്നുള്ളൂ. അതിൽ കൂടുതൽ വിലയൊന്നും അതിന് വരുന്നില്ല MXQൻ്റെ. അപ്പോൾ അതാണ് ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം ഏതാണെന്ന് വെച്ചാൽ അത് മേടിക്കാം. നമ്മളിപ്പോൾ ചെയ്തത് ജസ്റ്റ് ഒരു അൺബോക്സിംഗ് ആണ്. റിവ്യൂ അല്ലെങ്കിൽ എൻ്റെ വർക്കിംഗ് വീഡിയോ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. കാര്യം MIയുടെ TVയുടെ ഒരു റിവ്യൂ നമ്മൾ പലപ്പോഴും ഇട്ടിട്ടുണ്ട്. രണ്ട് വട്ടം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അതേ ഇൻ്റർഫേസും കാര്യങ്ങളും മറ്റുമാണ് ഇതിനകത്തും വരുന്നത്. ഒരു മാറ്റവും ഇല്ല. സോ എന്തായാലും ഇതാണ് ഈ ഒരു ആൻഡ്രോയിഡ് TV ബോക്സിൻ്റെ ഇതാണ് ഒരു MI ബോക്സിൻ്റെ ഓവറോൾ ഒരു ലുക്കും മറ്റു കാര്യങ്ങളും എല്ലാം നല്ലൊരു ഐറ്റമാണ്. MI TV ബോക്സിൻ്റെ അതേ ഇൻ്റർഫേസും മറ്റു കാര്യങ്ങളും തന്നെയാണ് വരുന്നത്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക, ബ്രാൻഡോട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. വളരെ നല്ലൊരു TV ബോക്സാണിത്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇറ്റ്സ് മീ ആദർശ് ഫ്രം ടെക്നിക്കൽ എവല്യൂഷൻ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ വെയിറ്റ് ആൻഡ് വാച്ച്.